വിമല ഹൃദയ തിരുനാൾ കത്തോലിക്ക ലോകത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ തിരുനാൾ ആഘോഷം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉയർപ്പ് തിരുനാളാണല്ലോ. ഈ ഉയർപ്പ് തിരുനാളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പറ്റം തിരുനാളുകൾ സഭയിൽ ആഘോഷിക്കുന്ന ഒരു പതിവ് വർഷങ്ങളായി നിലനിൽപ്പുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ചില തിരുനാളുകളാണ് യേശുവിന്റെ സ്വർഗാരോഹണ തിരുനാള്, പെന്തക്കോസ്താ തിരുനാള്, പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാള്, വിശുദ്ധ കുർബാനയുടെ തിരുനാള്, തിരുഹൃദയ തിരുനാള്, ഇന്ന് നാം ആഘോഷിക്കുന്ന മാതാവിന്റെ വിമല ഹൃദയ തിരുനാൾ. മാതാവിന്റെ വിമല ഹൃദയ തിരുനാളിനോട് കൂടെയാണ് ഈ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാളുകളുടെ ശൃംഖല അവസാനിക്കുന്നത്. സ്വർഗത്തിലുള്ള നമ്മുടെ അമ്മയുടെ ഹൃദയത്തിന്റെ വിശേഷം വ്യാകുലങ്ങളുടെ അമ്മ എന്ന് പരക്കെ അറിയപ്പെടുന്ന ആ അമ്മയുടെ ഹൃദയത്തിലെ ആകുല ചിന്ത എന്ന് പറയുന്നതിന് വലിയ സ്ഥാനം കാണുന്നില്ല. ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരുന്ന ആകുല ചിന്തകള്, അതിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു മനസ്ഥിതി, ഒരു ചിന്താരീതി ആ അമ്മയിൽ നമുക്ക് കാണാം. അതിനെ രക്ഷാകരമായി പകർത്തി അതിനെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ അമ്മയുടേത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാനായിലെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ട അവസരത്തിൽ ആ കല്യാണം നടക്കുന്ന വീട്ടിലെ സംഭവിക്കാവുന്ന അപമാനം പരിഹരിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനോട് അമ്മ സഹായാഭ്യർത്ഥനയായിട്ട് ചെന്നപ്പോ മകൻ ആരംഭത്തിൽ അത് നിഷേധിച്ച അവസരത്തിൽ ആ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് അസ്വസ്ഥമാകേണ്ട ഒരവസരമാണ്. പക്ഷേ ആ അമ്മയുടെ ഹൃദയത്തിലെ ആകുലചിന്ത ഒട്ടും കാണുന്നില്ല. ആ അമ്മ പരിചാരകന്മാരോട് പറയുകയാണ്, എൻ്റെ മകൻ പറയുന്നത് ചെയ്യേ. എത്രയോ ശാന്തമായിട്ട് ആ അനുഭവത്തെ അമ്മ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ കുടുംബം ജെറൂസലം ദേവാലയത്തിൽ തിരുനാളിന് പോയതാണ്. ബാലനായി യേശു കൂടെയുണ്ട്. തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലാകുന്നത് കുട്ടി അവരുടെ കൂടെ ഇല്ല എന്ന്. വളരെ ഉത്സാഹത്തോടു കൂടെ, അല്പം കുറ്റബോധത്തോടു കൂടെ തന്നെ എന്ന് പറയാവുന്ന രീതിയിൽ പിതാവും മാതാവും മകനെ അന്വേഷിച്ച് ദേവാലയത്തിൽ ചെല്ലുന്നു. കണ്ടെത്തുന്നു. കണ്ടെത്തിയ അവസരത്തിലെ മാതാവിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അമ്മ മകനോട് എന്തേ നീ ഒന്നും പറയാതെ ഇവിടെ നിന്ന് എന്ന് ചോദിച്ചപ്പോൾ മകന്റെ ഉത്തരം, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടിയിരുന്നവനല്ലേ എന്നാണ് ആ ചെറു പ്രായത്തിലുള്ള മകന്റെ ഉത്തരം ആയിട്ട് ലഭിച്ചത്. പക്ഷെ സുവിശേഷകനായ ലൂക്ക നമ്മോട് പറഞ്ഞു തരികയാണ്, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ അമ്മയ്ക്ക് സാധിച്ചില്ല. സാധാരണക്കാർക്ക് അത് സാധിക്കുന്നതല്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുക ദുഷ്കരമാണ്. ഗ്രഹിച്ചില്ല എന്ന് വരികിലും അമ്മ ഒരു തരത്തിലും ബഹളം വയ്ക്കുന്നതോ അതിനെ പ്രതി ഒരു കലഹുണ്ടാക്കുന്നതോ വാദപ്രതിവാദത്തിനോ ഒന്നും മുതിരുന്നില്ല. അമ്മയുടെ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങള് സുവിശേഷകൻ നമ്മോട് പറഞ്ഞു തരികയാണ്. ആ മനസ്സിലാവാത്ത യാഥാർത്ഥ്യങ്ങളും ഉള്ളിൽ സംഗ്രഹിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ വേണ്ടി ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്നാ പറയുന്നത്. ഉള്ളിൽ സംഗ്രഹിച്ചു. ആകുല ചിന്തകള് യഥാർത്ഥത്തില് നിർവീര്യമാക്കുന്ന ഒരു ഹൃദയം, ആ ഹൃദയത്തിന് കളങ്കമില്ലാത്ത സ്ഥിതിവിശേഷമായതുകൊണ്ടാകാം അങ്ങനെ ഒരു നിർവീര്യ ഗുണം ആ ഹൃദയത്തിന് ലഭിച്ചത് എന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. അമ്മയുടെ ഹൃദയവും മകന്റെ ഹൃദയം പോലെ തന്നെ ആത്മാർത്ഥതയുള്ളൊരു ഹൃദയം, സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ജീവിതശൈലി, അതോടുകൂടി തന്നെ തുറവിയുള്ളൊരു മനസ്ഥിതി. ഈ മനസ്ഥിതിയുള്ള ഹൃദയത്തിനാണ് ആകുല ചിന്തകൾ ഒഴിവാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ തിരുനാളിന്റെ സന്ദേശമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാവുന്നത്. അമ്മയിൽ നിന്ന് മക്കളായ നാം പഠിച്ചെടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലും ആത്മാർത്ഥത ഉള്ള ഒരു പ്രവർത്തന ശൈലി ഉണ്ടാകുകയും സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുകയും തുറന്ന ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിതത്തിൽ പ്രതികരിക്കാൻ ഇടവരികയും ചെയ്യുക എന്നുള്ളതാണ് ആകുല ചിന്ത നിർവീര്യമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് മനസ്സിലാക്കാൻ നമുക്ക്.